ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നുമില്ലാണ്ട് ഇന്ന് മക്കൾ ഉപ്പച്ച് കുളിച്ചിപ്പിച്ച് തന്നാൽ മതി, ഉപ്പച്ച് ഡ്രസ്സ് മാറ്റി തന്നാൽ മതി, അങ്ങനെയാണല്ലോ. നല്ല ദിവസങ്ങൾ, നമുക്ക് തിരക്കുള്ള ദിവസങ്ങൾ വരുമ്പോൾ കുട്ടികൾ ഭയങ്കര വാശിയായിരിക്കും. പിന്നെ രണ്ടാക്കും അങ്ങനെ മാറ്റി കൊടുത്ത് അവരുടെ ഒരു ഇഷ്ടമല്ലേ, അപ്പോൾ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റി കൊടുത്ത് നേരെ പള്ളിയിലേക്ക് വിട്ടു. കുറച്ച് വൈകിയാണ് പള്ളിയിലെത്തിയത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ചെറിയ സമാധാനമായി ഒന്നുകൊടുത്ത് ഉള്ളിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത് അകത്തെ പള്ളി ഫുള്ളായിട്ടുണ്ട്. പിന്നെ പുറത്തെ പള്ളി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്നു. കുറേ ആൾക്കാരാണ് പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. എല്ലാവരോടും ഈദ് മുബാറക്ക് പറഞ്ഞ് പുറത്തിറങ്ങി. പുറത്തും ആളുകളൊക്കെ ഈദ് മുബാറക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. നേരെ മക്ബറയിലേക്ക് പോയി, ഖബർസ്ഥാനിലേക്ക്. നമ്മുടെ മരണപ്പെട്ട് കിടക്കുന്ന വല്യപ്പയും വല്യമ്മയും കുറേ ആളുകളുണ്ട്. പറഞ്ഞ് സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഉസ്താദുമാർ വന്നു. പിന്നെ എല്ലാവരും കൂട്ടം സിയാറത്തും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങി. പിന്നെ എല്ലാ വർഷവും പോലെ കൂട്ടുകാരൊക്കെ ഒത്ത് പള്ളിൻ്റെ ഉമ്മർത്ത് വെച്ചിട്ട് തന്നെ നല്ലൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ജുമയുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് വേറൊരു കാര്യമുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ വീഡിയോ എടുത്ത്. എന്താ വെച്ചാൽ നമുക്ക് ഓണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സഹോദരന്മാർ നമുക്ക് നല്ലൊരു സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വിളിച്ച് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് സന്തോഷിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ വരുമ്പോൾ, ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും, നമ്മൾ അവരെയും നമ്മുടെ സഹോദരന്മാരെയൊക്കെ വിളിച്ച് നമ്മൾ ഒരു ഫുഡ് കൊടുക്കലുണ്ട്. അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് 11 മണിക്ക്. കാരണം ജുമയുള്ളത് കൊണ്ട് എല്ലാവരും 11 മണിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഇക്കമാരും നമ്മുടെ നാട്ടിലെ എല്ലാവരും കൂടി ചേർന്ന് ചെറിയൊരു ഫുഡ് അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ അതും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് നമ്മുടെ മതസൗഹാർദ്ദം. മുത്തളി മുഞ്ചുളി വെട്ടത്തിൽ പൊട്ടു തെളിഞ്ഞത മട്ടത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്കിലൊരമ്പിളി വന്നതെടുക്കത്തിൽ. മുത്തളി മുഞ്ചുളി വെട്ടത്തിൽ പൊട്ടു തെളിഞ്ഞത മട്ടത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്കിലൊരമ്പിളി വന്നതെടുക്കത്തിൽ. അക്കുളി തന്ന ബർക്കത്ത ഫിത്തറെടുക്കണം നീയത്ത അത്തരമേത്ത് പുരട്ടി സുഗന്ധം തന്നത് ജന്നത്ത. ഉള്ളവനുള്ളത് പോലെ വിളമ്പി വിരുന്ന് വിളിച്ചിട്ട പള്ളി പിരിഞ്ഞു വരുന്നവരൊക്കെ പള്ള നിറച്ചിട്ട. പത്തിരി വെന്ത് ഇറച്ചി കളത്തില് പച്ചരി നെയ്യിൽ അലിഞ്ഞതടുപ്പില് പപ്പടും പാലട കോയട തിന്നവരൊക്കെ മയങ്ങിട്ട. 30 നാളി മുറക്കിലാഹിന മുണ്ട് മുറുക്കി തിരക്കി നടന്നവരൊക്കെ മൊത്തൊരുമിക്കും മുത്തമനാളിത വന്നെത്തി. മുത്തളി മുഞ്ചളി വെട്ടത്തിൽ പൊട്ടു തെളിഞ്ഞത വട്ടത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്കിലൊരമ്പിളി വന്നു തിടുക്കത്തിൽ. അക്കുളി തന്ന ബർക്കത്ത വിത്തറെടുക്കണ നീയത്ത അത്തരമേത്ത് പുരട്ടി സുഗന്ധം തന്നത് ജന്നത്ത.